കാശ്മീർ വിഷയം പറഞ്ഞ അന്താരാഷ്ട്ര വേദിയിൽ സഹതാപം പിടിച്ചുപറ്റാൻ പോയ പാകിസ്ഥാന് ലോകത്തിന് മുന്നിൽ വീണ്ടും കടുത്ത നാണക്കേട്. ലണ്ടനിൽ നടന്ന ഒരു വൻകിട സാംസ്കാരിക വേദിയിൽ വെച്ച് പാകിസ്ഥാന്റെ ഔദ്യോഗിക പരിപാടി സ്വന്തം അധീനതയിലുള്ള കാശ്മീരികൾ തന്നെ കുളമാക്കിയിരിക്കുകയാണ്. UK-യിൽ നടന്ന ഈ നാടകീയമായിട്ടുള്ള കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും പാകിസ്ഥാന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായി മാറുന്നു. UK-യിലെ ബ്രാഡ്ഫോർഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് പാക് നയതന്ത്ര പ്രതിനിധികളെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച ആ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഗ്ലോബൽ മുഷായിറ എന്ന പരിപാടിയിൽ ബ്രാഡ്ഫോർഡിലെ പാകിസ്ഥാൻ കോൺസൽ ജനറൽ സാഹിദ് അഹമ്മദ് ഖാൻ പങ്കെടുക്കുന്നതിനിടയിലാണ് മഹ്മൂദ് കാശ്മീരി എന്ന ആക്ടിവിസ്റ്റ് പാക് സൈന്യത്തിന്റെ കൊടും ക്രൂരതകൾ വിളിച്ചു പറഞ്ഞ് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത്. പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ കൂട്ടക്കൊലകളും ഉപരോധങ്ങളും നടത്തുകയാണെന്ന് അദ്ദേഹം ലോകത്തിന് മുന്നിൽ തുറന്നടിച്ചു. പ്രദേശത്ത് ജനങ്ങൾക്ക് ഭക്ഷണത്തിനും മരുന്നിനും വരെ പാക് സൈന്യം വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണെന്ന് ആരോപിച്ച അദ്ദേഹം പാക് സൈന്യം ഉടൻ തന്നെ തങ്ങളുടെ മണ്ണ് വിട്ടു പോകണമെന്നും നയതന്ത്ര പ്രതിനിധിയുടെ മുഖത്ത് നോക്കി തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടു. പാക് അധികാരികൾക്ക് മറുപടി പോലുമില്ലാതെ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ തനിനിറം പൂർണ്ണമായും തുറന്നുകാട്ടി. പാക് അധീന കാശ്മീരിൽ ഭരണകൂടം നടത്തുന്ന ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട വൻ ജനകീയ പ്രക്ഷോഭത്തിന്റെ അലയൊലികളാണ് ഇപ്പോൾ UK-യിലും എത്തി നിൽക്കുന്നത്. ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച 600-ലധികം പൗരാവകാശ പ്രവർത്തകരെയാണ് പാകിസ്ഥാൻ ഇതിനോടകം വ്യാപകമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. ഇതിനെതിരെയുള്ള കടുത്ത ജനരോഷമാണ് പാക് അതിർത്തികൾ ഭേദിച്ച് ഇപ്പോൾ പാശ്ചാത്യ വേദികളിലും അവർക്കെതിരെ തിരിയുന്നത്. പാക് അധീന കാശ്മീരിലെ പ്രമുഖ പ്രതിഷേധ നേതാവായിട്ടുള്ള ഷൗക്കത്ത് നവാസ് മീറിനെ പാക് ഭരണകൂടം അറസ്റ്റ് ചെയ്തതോടെയാണ് അധീന പ്രദേശത്തുടനീളം വലിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനെ തുടർന്ന് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാന് ശക്തമായിട്ടുള്ള അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ നേതൃത്വത്തെ അറസ്റ്റ് ചെയ്തതിൽ കടുത്ത അമർഷം പ്രകടിപ്പിച്ച കമ്മിറ്റി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ഇങ്ങനെ വ്യക്തമാക്കി: ഗുലാം അവരുടെ നിയന്ത്രണത്തിലാണ്, ഷാ തടവിലുമാണ്. ഷൗക്കത്ത് നവാസ് മീറിനൊപ്പം പാക് ഭരണകൂടം അറസ്റ്റ് ചെയ്ത ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ മറ്റു പ്രധാന നേതാക്കളോ പൗരാവകാശ പ്രവർത്തകരോ ആണ് ഗുലാം ഷാ എന്നിവർ. തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ഒന്നടങ്കം ഇപ്പോൾ പാക് സൈന്യത്തിന്റെ തടവിലാണെന്ന് ലോകത്തെ അറിയിക്കാനാണ് ഈ അവാമി ആക്ഷൻ കമ്മിറ്റി ഈ പേരുകൾ എടുത്തു പറഞ്ഞത്. ഷൗക്കത്ത് നവാസ് മീറിനെ ഉടനടി മോചിപ്പിക്കുക എന്ന ഹാഷ്ടാഗിന് കീഴിൽ വൻ ജനകീയ ഇടപെടലിനും അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടി ഭരണം നടത്തുന്ന പാകിസ്ഥാന് ഇനി കാശ്മീരിന് വേണ്ടി വാദിക്കാൻ അന്താരാഷ്ട്ര വേദികളിലും രക്ഷയില്ല എന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് ലണ്ടനിൽ കണ്ടത്. പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കുമായി നടത്തുന്ന പോരാട്ടം ആഗോള തലത്തിലേക്ക് മാറുമ്പോൾ ലോകത്തിന് മുന്നിൽ ഉത്തരം മുട്ടി പൂർണ്ണമായും നാണം കെട്ട് തൊലിയുരിഞ്ഞു നിൽക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം. ന്യൂസ് ഡെസ്ക്.